ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ നാം കേൾക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. ജീവനും ചൈതന്യവുമുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയോടുകൂടി വേണം നാം ശ്രദ്ധിക്കുവാൻ. കർത്താവിനോടൊത്തുള്ള നിത്യജീവനിലേക്ക് നമ്മെ എത്തിക്കുവാൻ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് വചനം കേൾക്കണം, വചനം വിശ്വസിക്കണം, വചനം അംഗീകരിക്കണം, വചനം അനുസരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പ്രയോജനകരമായിട്ട് തീരുകയുള്ളൂ. പലപ്പോഴും നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാനുഷികമായ നിലയിലാണ് ചിന്തിക്കുന്നതും മറ്റുള്ളവരോട് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. നമ്മിൽ എപ്പോഴും ദൈവത്തിൻ്റെ നല്ല ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്, നിൻ്റെ നല്ല ആത്മാവ് എന്നെ ഭരിച്ച് നടത്തട്ടെ എന്ന്. എപ്പോഴും എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കുകയില്ല പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ കോപത്തിൻ്റെ ആത്മാവായിരിക്കാം, കയ്പിൻ്റെ ആത്മാവായിരിക്കാം, പ്രതികാരത്തിൻ്റെ ആത്മാവായിരിക്കാം. അത് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ പോലും കയ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും ആത്മാവ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ തന്നോടൊപ്പം നടന്ന, താൻ തിരഞ്ഞെടുത്ത, താൻ അധികാരം കൊടുത്ത തൻ്റെ ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, യേശുവരെ ശാസിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങളറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിച്ചതും അവർ ചെയ്ത തെറ്റിന് അവരെ ശാസിച്ചതും? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, കർത്താവെ, ഞങ്ങൾ പറയുന്ന ആവശ്യം അവിടുന്ന് നിവർത്തിക്കുമോ? ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിപ്പാൻ നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. എന്താണ് അവർ കർത്താവിനോട് പറഞ്ഞ ആവശ്യം? ശമരിയ പട്ടണത്തിലുള്ള ആളുകളെ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് പ്രാർത്ഥിച്ച് തീയിറക്കി നശിപ്പിച്ച് കളഞ്ഞതുപോലെ ആകാശത്തു നിന്ന് തീയിറക്കി നശിപ്പിച്ച് കളയുവാൻ ദൈവത്തിന് സമ്മതമോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് വെള്ളത്തെ വീഞ്ഞാക്കിയവന്, കടലിൻ്റെ മീതെ നടന്നവന്, മരിച്ചവരെ ഉയർപ്പിച്ചവന്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന് ആകാശത്തുനിന്ന് തീയിറക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് കഴിവുള്ള ശക്തനായ ദൈവമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വ്യാപരിച്ചത് എൻ്റെ ആത്മാവല്ല, സ്നേഹത്തിൻ്റെ ആത്മാവല്ല, അത് കയ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും ആത്മാവാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ കാര്യം നശിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്? ഒരിക്കൽ ഇവർ ശമര്യരുടെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെന്നപ്പോൾ അവർ വിചാരിച്ചു, ശമര്യ പട്ടണത്തിലുള്ളവർ, ഗ്രാമത്തിലുള്ളവർ ഞങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിക്കും, ഞങ്ങൾ പറയുന്നത് കേൾക്കും, അനുസരിക്കും, ഞങ്ങളെ മാനിക്കും എന്നാണ്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ശമര്യ പട്ടണത്തിലുള്ളവർ അവരെ കൈക്കൊണ്ടില്ല. അതിൽ ഉള്ള അമർഷമാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ് പ്രതികാര ചിന്ത. യേശുവിനെ കൈക്കൊള്ളാത്ത എല്ലാവരും നശിക്കണം, യേശുവിനെ കൈക്കൊള്ളാത്ത എല്ലാവരും ന്യായവിധിക്ക് ഇരയാകണം. ആ ചിന്ത അവരുടെ ഉള്ളിൽ ഇട്ട ദുഷ്ടാത്മാവിനെയാണ് കർത്താവ് ശാസിക്കുന്നതും അവരെ ആ കാര്യം പറഞ്ഞ് ബോധ്യമാക്കുന്നതും. നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്യാറുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ ആളുകൾ നമ്മളോട് പലപ്പോഴും പെരുമാറാറില്ല. ചിലരെങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തങ്ങളെ സ്വീകരിക്കാത്ത, മാനിക്കാത്ത, അംഗീകരിക്കാത്ത ആളുകൾക്ക് ദോഷം വരണം, നാശം വരണം, അനർത്ഥം വരണം എന്ന് മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കാറുണ്ട്. ചിലരാകട്ടെ രഹസ്യമായി പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് വചനത്തിന് നിരക്കാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അല്ല അങ്ങനെ ചെയ്യുന്നത്. കാരണം യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വന്നത് ഒരു മനുഷ്യൻ്റെയും പ്രാണനെ നശിപ്പിക്കുവാനല്ല, മനുഷ്യപുത്രൻ വന്നത്
പ്രാണനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. മറുവിലയായിട്ട് ജീവനെ കൊടുത്തത് പ്രാണനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ ശാസനയും ഈ തിരുത്തലും യോഹന്നാൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പിന്നത്തേതിൽ യോഹന്നാനെ വിളിക്കത്തക്ക നിലയിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായി യോഹന്നാൻ അറിയപ്പെട്ടു. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് അവനെ വിശേഷിപ്പിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്നേഹിപ്പീൻ. തൻ്റെ ലേഖനങ്ങളിലെല്ലാം ആവർത്തിച്ച് താൻ പറഞ്ഞത് നിങ്ങൾ സ്നേഹിപ്പീൻ, സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രബോധിപ്പിക്കുവാൻ, സ്നേഹത്തിൻ്റെ പ്രചാരകനാകുവാൻ, സ്നേഹത്തിൻ്റെ വ്യക്തമാകുവാൻ ആ തിരുത്തലിനും ആ ശാസനയ്ക്കും സാധിച്ചു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിലും നാം തിരുത്തപ്പെടേണ്ട മേഖലകളിൽ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ തിരുത്തും. നാം ശാസിക്കുവാൻ, ദൈവം നമ്മളെ ശാസിക്കുവാൻ നാം അനുവദിച്ചു കൊടുത്താൽ, ശാസന ഇഷ്ടപ്പെടുന്നവർ ശാസന സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരം വരും. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. അതിന് തെളിവാണ് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ച യോഹന്നാൻ അപ്പോസ്തലൻ ഒടുവിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായത്, ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പറയുവാൻ പ്രാപ്തനായത്. ആയതിനാൽ നമുക്കും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പകൽ കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളിൽ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് തന്നെ എപ്പോഴും വ്യാപരിപ്പാൻ അവിടുന്ന് കൽപ്പിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു